സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ലാത്ത സ്ലോ സ്പീഡ് സ്കൂട്ടറാണ്. ഇതിൻ്റെ ചാർജിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ കാണുന്നുണ്ട്. ചാർജറിനായിട്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതിൽ ഓണാക്കിയാൽ ഒരു പകുതിയിലധികം ചാർജ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ നോക്കുമ്പോൾ ഫുൾ ചാർജാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ഫുള്ളില്ല. വണ്ടിയിൽ നോക്കിയാൽ ഫുള്ളില്ല, ചാർജ് കയറൊന്നുമില്ല. ഫുൾ ചാർജായി കാണിച്ച് കട്ടായി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ വയറ് കട്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നേരെയാക്കി എടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഇപ്പോൾ വയറ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ചാർജിങ് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് പുറത്ത് ജോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനോട് ചേർന്ന് തന്നെയാണ് അത് കട്ടായി പോയിരിക്കുന്നത്. നമുക്ക് തുറന്ന് അകത്തുനിന്ന് അത് റിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാർജർ കൊണ്ടുവന്നുണ്ട്. ഇതിനെ നമുക്ക് തുറന്ന് ഇതിൻ്റെ വയറ് അകത്ത് ജോയിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പുറമെ ജോയിൻ്റ് ചെയ്യാൻ ലെങ്ത് ഇല്ല. ഇവിടെ പുറത്തല്ല കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് തുറന്നെടുക്കാം. അതിന് വേണ്ടി നമുക്ക് സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. ഇപ്പോൾ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറുകളുണ്ട്. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് ഗോൾഡൻ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിന് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ സാധാരണ ഡ്രില്ലിൽ നിന്നും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം സാധാരണ ഡ്രില്ലിൽ നമുക്കത് സാധിക്കില്ല. നമ്മുടെ ആവശ്യത്തിന് അളവിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഓവർ ടൈറ്റ് ആവില്ല. ഡാമേജ് വരാതിരിക്കാനാണ് ഇത്. ചെറിയ ടൈറ്റിൽ തന്നെ ടോർക്ക് കൂട്ടി അത് കൂടുതൽ ടൈറ്റ് കൂടുതൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും. അത് മാത്രമല്ല ഡ്രില്ലായിട്ടും ഉപയോഗിക്കാൻ അതിനുള്ള സൗകര്യം ഇതിനുണ്ട്. ഇതും ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, റീചാർജബിൾ ആണ്. ഇതിന് ലോക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ രാത്രി ഉപയോഗിക്കാം. ഇതിനകത്ത് ബാറ്ററിയുടെ ചാർജിൻ്റെ ഇൻഡിക്കേറ്റർ ലെവൽ നമുക്കറിയാം. ചാർജ് ചെയ്യേണ്ട ഇതിപ്പോൾ റിവേഴ്സ് ഫോർവേഡ് എല്ലാം ഇതിൽ തന്നെ സാധിക്കും. പക്ഷേ ഇത് കുറച്ച് സ്പീഡ് കുറവാണ്. ടോർക്കും അതൊന്നും കുറച്ച് കുറവ് തന്നെയാണ്. ചെറിയ ഉപയോഗങ്ങൾക്കാണ് ഇതൊക്കെ. കുറച്ച് സ്പീഡ് കൂടുതലാണ്, ഹൈ സ്പീഡാണ്. കുറച്ച് പവറും കൂടിയതാണ്. ഇത് അഴിച്ചു നോക്കാം. ഇവിടെയാണ് ഇതിന് ഈ സൈഡ് മാത്രം ഇത് നാലും തുറന്ന് ബോർഡ് പുറത്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ഈ സൈഡിലുള്ള ഈ ഒരു 4 സ്ക്രൂ അഴിച്ചാൽ നമുക്ക് ഈ ഭാഗം പുറത്ത് കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൽ ഫോർവേഡ്, റിവേഴ്സ്. അപ്പോൾ റിവേഴ്സ് ഇടുന്നു. സ്ക്രൂ അഴിഞ്ഞിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് കൂടുതൽ സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇലക്ട്രിക് ഡ്രില്ല് ഉപയോഗിക്കുന്ന ജോലി എളുപ്പമാക്കും. ടൈറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ടോർക്ക് അല്പം കൂട്ടി വയ്ക്കാം. അത് ടൈറ്റ് കൂടിയിട്ട് അഴിയുന്നില്ലെങ്കിൽ ഇത് സാധാരണ സ്ക്രൂ ഡ്രൈവർ പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. കൈകൊണ്ട് തിരിച്ചും വേണമെങ്കിൽ, ചാർജ് തീർന്നാലും വേണമെങ്കിൽ, എന്നാലും അതിനുള്ള സൗകര്യം ഇതിലുണ്ട്. നമുക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ വയറും എല്ലാം കാണാം. കുറച്ച് ലെങ്ത് എക്സ്ട്രാ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ പുറത്തുനിന്ന് തന്നെ ജോയിൻ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ കൂളിംഗ് ഫാനാണ് ഈ കാണുന്നത്. എന്തായാലും വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റാവും ബോർഡ്. അപ്പോൾ അതിൽ ചൂട് പുറത്ത് പോകാനാണ് ഇവിടെ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു മിനി കൂളിംഗ് ഫാനാണ് ഇവിടെ ഉള്ളത്. നമുക്കിതിൽ വയർ കട്ട് ചെയ്ത് പുറത്തെടുക്കാം. ചെറിയൊരു വയർ കട്ടർ ഉപയോഗിച്ച് വയറിൻ്റെ
ഒരു കേബിൾ ടൈ ഉണ്ട്, ആ ടൈ കട്ട് ചെയ്തെടുത്താണ്. ഇതാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട 2 വയർ വരുന്നത്. ഇതൊരു ഫ്യൂസ് ഉണ്ട്, ഇതിനകത്ത് ഫ്യൂസ് വഴിയാണ് ഫേസ് ഇങ്ങോട്ട് വരുന്നത്, ഇതിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വരുന്നത് ആദ്യം ഫ്യൂസിലേക്ക് പോകുന്നു, ഫ്യൂസിൽ നിന്നാണ് ബോർഡിന് അകത്തേക്ക്, ചാർജറിനകത്തേക്ക് പോകുന്നത്. നമുക്കതിവിടെ കട്ട് ചെയ്ത് പുറത്തെടുക്കാം. ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറച്ചെടുക്കുന്നതാണ്. വെള്ളാകത്ത് ഇളകാതിരിക്കാനാണ് മോൾഡിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഊരിയെടുക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. ഡിസ്പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് ഇവിടുന്ന് പറിച്ച് അളക്കണം, എന്നാലേ ഇതിൻ്റെ എൻ്റെ അകത്തേക്ക് കിടക്കണമെങ്കിൽ. ശരി, നമുക്ക് വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് ഇതിനെ സ്ട്രിപ്പ് ചെയ്ത് എടുക്കാം. ഇത് ഓട്ടോമാറ്റിക് സ്ട്രിപ്പർ എന്ന് പറയും. നോർമൽ ടൈപ്പ് സ്ട്രിപ്പർ വരുന്നുണ്ട്, അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഇതിന് പുറമത്തെ സ്ലീവ് നീക്കാനും എല്ലാം ഏത് സൈസ് ഏത് ഗേജുള്ള വയറായാലും ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം. വയറ് അത് ഏത് ഗേജായാലും വയറ് 2 വയറോ 3 വയറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുമിച്ച് തന്നെ സ്ട്രിപ്പ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇത് ഓട്ടോമാറ്റിക് സ്ട്രിപ്പർ ഓൺലൈനിൽ കടകളിൽ 500-600 രൂപ റേഞ്ച് തൊട്ട് നമുക്ക് കിട്ടുന്നു. ഇത്ര നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിനകത്തൂടെ കിടക്കാൻ ഈ മോൾഡിങ് എന്തെങ്കിലും ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ലോക്ക് അവർ വെച്ചിട്ടുണ്ട്. അത് ഈ വയർ ലൂസ് ആവാതിരിക്കാൻ, ഇത് ടൈറ്റിൽ ഫിറ്റായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വീണ്ടും വെച്ച് വയറ് അകത്തുകൂടെ കടത്തി അതിനെ ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലോക്കായിരുന്നു, ആ ലോക്ക് ഇതിനകത്ത് കയറ്റി. ഇത് ഇനിയിപ്പോൾ ഇളകുന്ന പ്രശ്നമില്ല. പ്രത്യേക രീതിയിൽ ലോക്കാണ്, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പൊക്കി എടുത്ത് അതിപ്പോൾ പ്ലെയർ കൊണ്ട് അമർത്തി ലോക്ക് ചെയ്ത് ഇനി അത് വരുന്ന പ്രശ്നം വരുന്നില്ല. ഇനി നമുക്ക് ഈ വയർ കളർ അനുസരിച്ച് ജോയിൻ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ജോയിൻ്റ് ചെയ്യാനായിട്ട് നമ്മളത് ക്രമ്പിംഗ് ടൂളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഉപയോഗിച്ചിട്ട് വയർ ക്രിമ്പ് ചെയ്താണ് ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേഷനും പ്രശ്നമില്ല, ഉള്ളിൽ ഷോർട്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. ജോയിൻ്റ് ചെയ്യുന്നു. ഇത് സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. സോൾഡർ ചെയ്യാതെ തന്നെ, സോൾഡർ ചെയ്താലും ഇത് ചൂടാവുന്ന ചാർജർ അത്യാവശ്യം ചൂടാവുന്ന വസ്തുവാണ്. അപ്പോൾ സോൾഡർ ചെയ്താൽ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ക്രിമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഇതിങ്ങനെ പിടിക്കുമ്പോൾ പ്രസ്സാവുകയാണ് ചെയ്യുക. ഇതിനെ വയറിനകത്ത് വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കത് പിടിച്ച് കഴിഞ്ഞു. ഇനി അത് അഴിഞ്ഞു വരില്ല, നമുക്കത് കട്ട് ചെയ്തെടുക്കാനേ പറ്റില്ല. അതുപോലെ തന്നെ മറ്റേ വരുന്നു. അപ്പോൾ സോൾഡർ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഇൻസുലേറ്റിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസുലേഷനുമായി ഇത് പെർമനൻ്റായിട്ട് ഫിക്സ് ആവുകയാണ്. നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ക്രിമ്പിങ് കഴിഞ്ഞു. പ്രസ് ചെയ്താൽ നമുക്കിതിന് പഴയ സ്ഥിതിയിൽ തന്നെ അടച്ചു വയ്ക്കാവുന്നതാണ്. ശരിയായിട്ടുണ്ട്. നമുക്ക് അത് സ്ക്രൂ ഇട്ട് ഇപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ്. ബാറ്ററി ഇതല്ല ഉപയോഗിക്കുന്നത്, അത് കുറച്ച് സ്ലോ ആണ്. നമ്മളിതിലും നോക്കാം. ഇതിപ്പോൾ നമുക്ക് ടോർക്ക് ആവശ്യത്തിന് ഏറ്റവും കുറവേ ഇടുന്നുള്ളൂ. കൂടുതൽ ടോർക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറഞ്ഞ ടോർക്കിൽ വെച്ച്, ഈ ടോർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ടൈറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നിന്നോളും. അല്ലല്ലോ, അത് ഇനി എത്ര കറക്കിയാലും അത് കറങ്ങില്ല, അതവിടെ ലോക്കാവും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്ക്രൂ ഡ്രൈവർ ഇത് ഡ്രില്ല് ഉപയോഗിക്കും. സാധാരണ ഡ്രില്ലാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല, അത് സ്ലിപ്പായി പോകും, സ്ക്രൂ ഡാമേജ് ആക്കും. ചിലപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ബോർഡ് ഇതിന് തകരാറ് വരുത്തും.
ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ആകുമ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ടോർക്ക് ആകുമ്പോൾ അത് പിന്നെ കറങ്ങില്ല. അതാണ് ഇതിൻ്റെ മെച്ചം. സാധാരണ ഡ്രില്ല് ഉപയോഗിച്ചാൽ ഓവർ സ്പീഡായിരിക്കും. അപ്പോൾ നമുക്കത് വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കണക്ട് ഉപയോഗിച്ച് വീണ്ടും വണ്ടിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. KCBയുടെ പ്ലഗാണ്, കറണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഇത് സോളാറാണ്, ഇൻവെർട്ടർ, സോളാറിൻ്റെ ഇൻവെർട്ടറിലാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൽ സോളാറിൽ ചാർജ് ആവുന്നത്. സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ ഡാമേജൊക്കെ തീർന്നിട്ടുണ്ട്. ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ നോക്കിയാൽ ഇത് റെഡായിരിക്കണം. നേരത്തെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫുൾ ചാർജ് ആയാലും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഗ്രീനിൽ തന്നെ കത്തി നിൽക്കും. അപ്പോൾ ലോഡ് വരുമ്പോഴാണ് അത് റെഡിലേക്ക് മാറും. അത് കംപ്ലൈൻറ്റ് തീർന്നിട്ടുണ്ട്. മറ്റേത് വയറ് പുറത്തായിരുന്നു, കുറച്ച് നാളിങ്ങനെ പുറത്തായിട്ടിരുന്നു. ഇപ്പോൾ അത് കട്ടായി പോയിരുന്നു. അതിൻ്റെ പ്രശ്നം തീർന്ന് സോൾവ് ആയിരിക്കുന്നു. താങ്ക് യു.